കോഴിക്കോട് പാളയം മാർക്കറ്റിൽ പ്രതിഷേധം തുടരുകയാണ്. പുതിയ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നടക്കാനിരിക്കെയാണ് മാർക്കറ്റ് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിഷേധം നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് സമയമായി അവിടെ പ്രതിഷേധം തുടരുകയാണ്. ഷഹദ് റഹ്മാനുണ്ട് വിവരങ്ങളുമായി. ഷഹദ്, പ്രതിഷേധം തുടരുകയാണല്ലേ? അനുജ, തീർച്ചയായിട്ടും അതായത് അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ ന്യൂ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യും. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പഴയ മാർക്കറ്റിലുള്ള വലിയൊരു വിഭാഗം ആളുകൾ, തൊഴിലാളികൾ, അവർ മുഴുവനായും ഇപ്പോഴും ഈ പഴയ പാളയം മാർക്കറ്റിലാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. രാവിലെ കൃത്യം 9 മണിയോടുകൂടി ഇവിടെ ഈ കരിദിനം ആചരിക്കുകയും അതുപോലെ തന്നെ പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നേരത്തെ തന്നെ ഈ വ്യാപാരികളുടെ നേതൃത്വത്തിൽ പലതവണ കോർപ്പറേഷൻ ഓഫീസിലൊക്കെ മാർച്ചും പ്രതിഷേധ ധർണയും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ളതാണ്. കുടുംബങ്ങൾക്കൊപ്പം വരെ പ്രതിഷേധ മാർച്ചൊക്കെ നടത്തിയിട്ടുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് വ്യാപാരികൾ പറയുന്നത്, അതായത് പുതുതായി ആരംഭിച്ചിട്ടുള്ള പാളയം മാർക്കറ്റ്, ആ മാർക്കറ്റിൽ മതിയായ സൗകര്യങ്ങളില്ല. അതായത് നിലവിലുള്ള മാർക്കറ്റിനേക്കാൾ മതിയായ സൗകര്യങ്ങൾ അവിടെ ഇല്ല. മാത്രവുമല്ല, ഇവിടെ വ്യാപാരികൾ തുച്ഛമായിട്ടുള്ള വാടകയാണ് നൽകുന്നതെങ്കിൽ പുതുതായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള മാർക്കറ്റ് അതിൽ ഭീമമായിട്ടുള്ള വാടക ഇവരിൽ നിന്ന് ഈടാക്കുന്നു. മാത്രമല്ല, ഉന്തുവണ്ടി അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മതിയായിട്ടുള്ള സൗകര്യങ്ങൾ പുതുതായിട്ട് ഒരുക്കിയിട്ടുള്ള പാളയത്തിലില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വ്യാപാരികൾ പറയുന്നത്. മാത്രവുമല്ല, ഈ ഓവുചാലിന് മുകളിൽ തട്ടിട്ട് നൽകുകയും അതുപോലെ തന്നെ അത്തരത്തിൽ യാതൊരുവിധ മുന്നൊരുക്കവും നടത്താതെയാണ് അവിടെ ഇപ്പോൾ ഈ പുതിയ പാളയം മാർക്കറ്റ് ഒരുക്കിയിട്ടുള്ളത് എന്ന ആരോപണമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഈ വ്യാപാരികൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വ്യാപാരികൾ ഒന്നാകെ, അതായത് ചെറിയൊരു വിഭാഗം വ്യാപാരികൾ ഈ വിളംബര ജാഥയുമായിട്ട് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ബാക്കി മുഴുവൻ ആളുകളും ഇവിടെ പ്രതിഷേധവുമായിട്ട് നിൽക്കുന്നത്. അപ്പം പാളയം പുതിയ മാർക്കറ്റിലേക്ക് പോകുന്നില്ലേ? എന്താ കാരണം? നമുക്ക് നമ്മളിവിടെ പെറ്റുകൊടുക്കുന്ന സ്ഥലമാണ്. നമുക്ക് ഇവിടുന്ന് കിട്ടേണ്ട 10 ഉറുപ്പ്യാണ്. നമ്മൾ 4000 തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികൾ ജീവനങ്ങൾ നിലനിർത്തണം. ആ നിലനിർത്താൻ വേണ്ടി നമ്മളിവിടെ നിൽക്കും. പട്ടിണി കെടുത്തിട്ട് എന്ത് വികസനമാണെങ്കിൽ ഈ കോർപ്പറേഷൻ നോക്കുന്നത് നമുക്കറിയില്ല. ഒരുപാട് ജനങ്ങളെ, അനേകം നൂറുകണക്കിന് തൊഴിലാളികൾ ഈ തെരുവോരത്ത് കച്ചവടം ചെയ്യുന്നുണ്ട്. ഓർക്കൊന്ന് ഭീമമായ സംഖ്യ എടുത്തിട്ട് അവിടെ കടയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അവരെ പിൻപറ്റി ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ വയ്യാതാരത്തിലേക്ക് പോകും. പിന്നെ കോഴിക്കോടിൻ്റെ വലിയൊരു പൈതൃകമായ ഒരു മാർക്കറ്റാണിത്. വെള്ളിയങ്ങാടി പോലത്തെ പേര് കേട്ട ഒരു മാർക്കറ്റാണ് ഈ പാളയം മാർക്കറ്റ്. 100 കോടിക്കണക്കിന് രൂപ പല മേഖലകളിലും കെട്ടിപ്പടുത്ത് ഉയർത്താൻ വെറുതെ നിശ്ചിതമായി ഒഴിവാക്കപ്പെട്ട് ആ ഒരു മിച്ചമായ തുക കൊണ്ട് ഇവിടെ ഒരു വികസനം നേടിക്കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഒരു പോംവഴി നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു. എന്നിട്ട് പോലും പ്രതിഷേധത്തിലേക്ക് മുന്നാണ്. ഇപ്പൊ ഇവിടുത്തെ സൗകര്യങ്ങൾ അവിടെ ഇല്ല എന്നുള്ളത്. ഇല്ല, ഇവിടുത്തെ സൗകര്യം ഇല്ല. നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ചാനലുകാർ ഫുള്ള് വന്നില്ലേ, ഇതൊക്കെ ടി.വിയിൽ വരണം. ലൈവാണ് ലൈവിൽ ഇതിന്റെ മുന്നേ ഇട്ട് പോയിട്ട് ഒന്നും വന്നിട്ടില്ല. ഇതൊക്കെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുക എല്ലാവരും. അതുകൊണ്ട് പാളയം ഞങ്ങൾ നിലനിർത്തും. അത് ജീവൻ തന്നെ പോയാലും നമ്മൾ ഈ പാളയം ഇവിടെ നിലനിർത്തിയിരിക്കും. 50 സ്ക്വയർ ഫീറ്റ് 60 സ്ക്വയർ ഫീറ്റ് വീടുകൾ അവിടെ എന്തായാലും നമ്മൾ ഞങ്ങളുടെ ന്യായമായ അവകാശത്തിന്റെ മുകളിലാണ് ഇത് തകർക്കുക. പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ നമ്മുടെ പൂർവ്വ പിതാക്കൾ ചോരയും നീരും കൊടുത്ത് ഉണ്ടാക്കിയതാണ് ഈ പാളയം. ഇപ്പൊ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള മാർക്കറ്റിൽ ഇവിടെ നിന്ന് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? നിങ്ങളെ ഏത് തരത്തിൽ പരിഗണിക്കുന്നില്ല എന്നുള്ള നിങ്ങളുടെ ആരോപണം? പുതിയതായിട്ട് കോർപ്പറേഷൻ നിർമ്മിച്ചിട്ടുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത് സ്ഥലം കോർപ്പറേഷന്റെ സ്ഥലത്ത് സ്വകാര്യ വ്യക്തികളാണ് ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്വകാര്യ വ്യക്തികളുടെ ബിൽഡിങ്ങിൽ 20 ലക്ഷവും 30 ലക്ഷവും അഡ്വാൻസ് വാങ്ങിക്കൊണ്ട് സ്ക്വയർ ഫീറ്റിന് 100 രൂപ ഇനത്തിൽ വാടക വാങ്ങിക്കൊണ്ട് ഇവിടുത്തെ വ്യാപാരികൾ അങ്ങോട്ട് പറിച്ചു നടുന്ന സമയത്ത് ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന അധികാരികൾ കോടിക്കണക്കിന് രൂപയാണ് ഇതിലൂടെ കൃത്യമായി അഴിമതി നടത്തുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വില കുറച്ച് കോഴിക്കോട് മാർക്കറ്റിൽ വ്യാപാരം നടത്തുന്ന തൊഴിലാളികളും ഇവിടുത്തെ വ്യാപാരികളും ഇവിടെ ഏറ്റവും വില കുറച്ച് വിൽപ്പന നടത്തുക. അവിടെ ലക്ഷക്കണക്കിന് രൂപ അഡ്വാൻസ് കൊടുത്ത് സ്ക്വയർ ഫീറ്റിന് 100 രൂപ വാടക ഇനത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് പോലെ വില കുറച്ച് വ്യാപാരം നടത്താൻ സാധിക്കും. തൊഴിലാളിയാണ്. അപ്പം എന്താണ് നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പോയിട്ട് ജോലിയൊന്നും വേണ്ട, നമുക്ക് ഇവിടെ തന്നെ മതി. നമ്മളെ മരണം വരെ ഇവിടെ തന്നെ. നമ്മളിവിടെ തന്നെ വികസനം ആയാലും ഇവിടെ തന്നെ വികസനം ചെയ്യാം. അവിടെ ആകെ 2.25 ഏക്കറാണ് ഉള്ളത്. ഇവിടെ 5.25 ഏക്കറുണ്ട്. അവിടെ പോയിട്ട് വെള്ളപ്പൊക്കമുള്ള കുണ്ടിൽ കൊണ്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? നമുക്ക് നിർബന്ധമായിട്ട് ഇവിടെ തന്നെ മതി. നമ്മൾ മരിക്കോളും ഇവിടെ തന്നെ. നമ്മളെവിടെയും വിട്ടു പോവില്ല. അതാണ് നമ്മുടെ തീരുമാനം.
ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് അനുജ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ ഇവിടെ ഉള്ള സ്ഥലത്തേക്കാൾ വളരെ പരിമിതമായിട്ടുള്ള സ്ഥലമാണ്. മാത്രമല്ല ഇപ്പോഴും ഈ വ്യാപാരികൾ ഉന്നയിക്കുന്ന പല ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം നൽകാൻ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാതെ അല്ലെങ്കിൽ ഇവിടെയുള്ള ആശങ്കകൾ പരിഹരിക്കാതെ യാതൊരു കാരണവശാലും പുതിയ മാർക്കറ്റിലേക്ക് മാറില്ല എന്ന ഉറച്ച നിലപാടിലാണ് വ്യാപാരികൾ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പാളയം മാർക്കറ്റിലെ ഈ റോഡിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ഇപ്പോൾ വ്യാപാരികൾ ഒന്നടങ്കം പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇതിനിടയിലാണ് അല്പസമയം മുൻപ് പുതുതായിട്ട് ആരംഭിക്കുന്ന മാർക്കറ്റിലേക്ക് ഒരു വിളംബര ജാഥ എന്ന നിലയിൽ ഇപ്പോൾ ഇവിടേക്ക് പോയിട്ടുള്ളത്. നിങ്ങൾ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്താണ്? എന്താണ് നിങ്ങൾ ഇവിടുന്ന് പോകില്ല എന്ന് പറയാൻ പറ്റുള്ള കാരണം? അവിടെ ആളെ മാർക്കറ്റ് കൊണ്ട് മാറ്റി നിന്നാൽ അവിടെ ജോലി ഉണ്ടാവില്ല, കച്ചവടം ഉണ്ടാവില്ല. അത് പ്രൈവറ്റ് കമ്പനി കൊടുത്തത്. ഇവിടെ എല്ലാ സംവിധാനവും ഉണ്ട്. ഇതൊന്നും ചെയ്യാതാണ് ഇവര് അവിടെ പ്രൈവറ്റ് കമ്പനി കൊടുത്തത്. ഇവിടെ എല്ലാ സംവിധാനം ഉണ്ട്. അതെന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? ആധുനിക രീതിയിൽ നവീകരിക്കേണ്ട മാത്രമല്ല, ഈ റോഡ് 10 മീറ്ററുണ്ട്. ആ റോഡ് 6 മീറ്ററേ ഉള്ളൂ. ആ ബ്ലോക്ക് ഇവിടെ ബ്ലോക്ക് എന്നാ പറയുന്നത്. ഇതിനെക്കാട്ടി ബ്ലോക്കാണ് അങ്ങോട്ടാകുന്നത്. അവിടെ 6 മീറ്ററേ ഉള്ളൂ വീതി, 10 മീറ്റർ വീതി. അനുജ, അതായത് നേരത്തെ ഉണ്ടായതിനേക്കാൾ പ്രതിഷേധം കനക്കുകയാണ്. കാരണം ഇവർ ഉന്നയിക്കുന്ന പലതരത്തിലുള്ള ആശങ്കകൾ അല്ലെങ്കിൽ ആകുലതകൾ അത് പരിഹരിക്കാൻ ഇതുവരെ കോർപ്പറേഷന് സാധിച്ചിട്ടില്ല. നമ്മൾ ഓരോ തവണ മേയർ വാർത്താ സമ്മേളനം വിളിക്കുമ്പോഴും ഇവിടുത്തെ വ്യാപാരികളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയോ, വ്യാപാരികളുടെ ആശങ്ക അകറ്റിയോ എന്ന് ചോദിക്കുമ്പോഴൊക്കെ അതെല്ലാം പരിഹരിച്ചു, ആശങ്കകൾ അകറ്റി എന്നായിരുന്നു മേയറും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ നിലവിലെ ഇവിടുത്തെ പ്രതിഷേധം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ ഇവിടുത്തെ വ്യാപാരികളുടെ ആശങ്കകൾ യാതൊരു കാരണവശാലും മാറിയിട്ടില്ല. മാത്രമല്ല വ്യാപാരികൾ ഒന്നാകെ ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല ഇവിടുത്തെ റോഡിന്റെ വീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ പ്രധാനമായിട്ടും ഈ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് വ്യാപാരികൾ പറയുന്നത് നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന റോഡിന്റെ വീതി പോലും അവിടെയുള്ള പുതുതായി ആരംഭിച്ചിട്ടുള്ള പാളയം മാർക്കറ്റിന് സമീപത്തെ റോഡിനില്ല. മറ്റൊന്ന് കടമുറികളുടെ സൗകര്യമാണ്. ആ കടമുറികൾക്ക് മതിയായിട്ടുള്ള സൗകര്യം നിലവിലെ കടമുറികൾക്കില്ല. മറ്റൊന്ന് ഭീമമായിട്ടുള്ള വാടക, ഇവിടെ തുച്ഛമായിട്ടുള്ള വാടക കോർപ്പറേഷന് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വ്യാപാരികൾ ഇവിടെ കച്ചവടം നടത്തുന്നത്. എന്നാൽ പുതുതായി തുടങ്ങിയിട്ടുള്ള പാളയം മാർക്കറ്റിൽ ഭീമമായിട്ടുള്ള വാടക നൽകേണ്ടി വരും. അതൊരു കോർപ്പറേറ്റ് കമ്പനിക്കാണ് ആ വാടക നൽകേണ്ടത്. മറ്റൊന്ന് പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് അതായത് അവിടെയുള്ള മാലിന്യങ്ങൾ അല്ലെങ്കിൽ അഴുക്ക് വെള്ളം പോകാൻ സ്ഥലമില്ല. കൂടാതെ ഈ ചെറുകിട കച്ചവടക്കാർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പാളയം മാർക്കറ്റിൽ ചെറുകിട കച്ചവടക്കാർ, ചില്ലറ കച്ചവടക്കാർ ഏറെയുള്ള സ്ഥലമാണ്. അത്തരം ചെറുകിട ചില്ലറ കച്ചവടക്കാർക്ക് യാതൊരുവിധ സൗകര്യവും അവിടെ മാത്രമാണ് നിലവിൽ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ചെറുകിട കച്ചവടക്കാർ എവിടെ പോകും എന്ന ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇവർ പ്രതിഷേധം ഇപ്പോൾ റോഡിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പോലീസ് എന്തായാലും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അല്പസമയം മുൻപാണ് വിളംബര ജാഥ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്നിവിടെ 2 തരത്തിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഒന്ന് വായ മൂടിക്കെട്ടിയുള്ള പ്രതിഷേധവും മറ്റൊന്ന് കരിദിനം ആചരിക്കുന്നുണ്ട്. കൂടാതെ അല്പസമയം മുൻപ് ഇവർ പൂർണ്ണമായിട്ടും ഇവിടെ ഒന്നാകെ പ്രകടനം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അല്പസമയം ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ വ്യാപാരികൾ തന്നെ ഇടപെട്ട് ഇവിടുത്തെ ഈ പ്രതിഷേധം താൽക്കാലികമായിട്ടെങ്കിലും അവസാനിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഈ പ്രതിഷേധം താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ യാതൊരു കാരണവശാലും ഇവിടെ നിന്ന് മാറില്ല എന്ന ഉറച്ച നിലപാടിലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വ്യാപാരികളുടെ ആശങ്കകൾ അകറ്റണം, ഒപ്പം തന്നെ ഇവർക്ക് മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഉറപ്പുവരുത്തണം. നിലവിലുള്ള പാളയം മാർക്കറ്റിൽ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ഇനി കുറെ കൂടി പ്രതികരണങ്ങളിലേക്ക് പോകാം എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് നിങ്ങൾ എന്തുകൊണ്ട് അവിടെ നിന്ന് മാറി? എന്താ മാറില്ല എന്ന് പറയാൻ കാരണം? മാറില്ല എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും തൊഴിലാളികളെ സംരക്ഷിക്കാതെ കഴിയാത്ത ഗവൺമെന്റ് എന്തിനാ ഇവിടെ നിലനിർത്തി പോകേണ്ട ആവശ്യം? സാധാരണക്കാരന്റെ ഗവൺമെന്റ് അല്ലേ. അവരിവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്താ? ഇവിടെ അതിനെക്കൊണ്ട് പല ആളുകളെ ജീവിതമാർഗം വഴിമുട്ടിച്ചിട്ട് ഈ കോർപ്പറേഷന് ആ മൂലയിലേക്ക് കൊണ്ടുപോയിട്ട്, അതായത് കനാൽ ഒരു 2 സെന്റ് ഭൂമി ആരെങ്കിലും എടുത്തൊരു വീട് കെട്ടാനാണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷന് അവിടെ അധികാരം കൊടുക്കൂല. അവിടെ എന്താക്കും? ഓല അവിടെ വെച്ചിട്ട് എല്ലാ കൊടുക്കൂല. അത്രയും
കണ്ടൽ കനാലിന് പിന്നെ തൂർത്തും കണ്ടാണ് അവരെന്താക്കിയത് ഈ മാർക്കറ്റ് അവിടെ സമീപിച്ചത്. മാത്രമല്ല അവിടെ ഇപ്പോൾ ഇത്രയും വലിയ സുരക്ഷിതമാണെന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു മഴയോ ഒരു വെള്ളം വേലിയേറ്റോ വന്നാൽ അവിടെ ഫുള്ള് വെള്ളമാണ്. ഞാൻ പുതിയ കാലത്ത് ജനിച്ചു വളർന്ന ആളാണ്. കല്ലത്താങ്കടവൻ്റെ അടുത്താണ് എൻ്റെ വീട്. ആ പുഴേൻ്റെ അപ്പുറത്താണ് എൻ്റെ വീട്. ഇവിടെ എല്ലാവരും ഒരുപോലെ ആവശ്യപ്പെടും, അല്ലെ എല്ലാവരും പറയുന്നത് ഇവിടുത്തെ അത്ര സൗകര്യം അവിടെ ഇല്ല എന്നുള്ളത്. പക്ഷേ കോർപ്പറേഷൻ പറയുന്നു അവിടെ ഞങ്ങൾ ബഹുനില കെട്ടിടമാണ് ഉയർത്തിയിട്ടുള്ളത്, എല്ലാവർക്കും ഉള്ള സൗകര്യം ഉണ്ട് എന്നുള്ളത്. ഏത് തരത്തിലുള്ള സൗകര്യം ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആരോപണം. ഇവിടെ ഇപ്പോൾ മുഴുവൻ താഴത്തെ നില മാത്രമല്ല, ഈ സൗകര്യങ്ങൾ അവിടെ മുകളിലത്തെ നിലയിൽ അവർ പറയുന്നത്. ഒരു ചുമടെടുത്തിട്ട് ഒരു 60 കിലോ എടുത്ത് നടക്കുന്നതിന് മുകളിലത്തെ നിലയിലേക്ക് പോകാൻ പറ്റുമോ? നമുക്കറിയാം സർക്കാരിൻ്റെ എന്ത് ഇതാണെങ്കിലും ഒരു ബീച്ച് ഹോസ്പിറ്റലാണെങ്കിലും ഒരു ലിഫ്റ്റ് സംവിധാനം അവർ പറയുന്നത് 4 ആൾ കയറിയാൽ ലിഫ്റ്റ് കംപ്ലൈൻ്റ് ആവും. എത്രത്തോളം ലോഡുകൾ, കാരണം ഇവിടെ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ വരുന്നത് 12 വീലും 14 വീലും ടോറസുകളാണ്. ആ ടോറസുകൾ ആ കുപ്പിക്കയത്ത് പോലുള്ള റോട്ടിലേക്ക് കയറിയാൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരാൻ കിടക്കുന്നേ ഉള്ളൂ. ശരിക്കും സംവിധാനം ചെയ്യേണ്ടത് ഇതിന് എന്തെങ്കിലും മറ്റേ മാറ്റങ്ങൾ വരുത്തിയിട്ട് പുതുക്കി പണിയാനുള്ള സംവിധാനങ്ങൾ ചെയ്യേണ്ടത്. താൽക്കാലിക അടിസ്ഥാനത്തിൽ മാറാൻ എല്ലാവരും തയ്യാറാണ്. അതാണോ വേണ്ടത്? പുതുക്കി പണിയാണോ? ക്യാമറ ഒന്ന് അങ്ങോട്ട് തിരിക്കുക. ആ ലോറികൾ കണ്ടോ? ഈ ലോറികൾ ഇതേപോലെ അവിടെ നിലനിർത്താൻ കഴിയോ? ഇതേപോലെ പാർക്കിംഗ് അവിടെ ചെയ്യാൻ കഴിയോ? ഇത് ഇവിടുത്തെ തൊഴിലാളികളെയും ഇവിടെ വ്യാപാരികളെയും ബുദ്ധിമുട്ടിക്കാന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിന്റെ പേരിൽ ഇത് ഇവിടുന്ന് മാറ്റുമ്പോൾ അവർക്ക് കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവും, അവിടെ പണിയുമ്പോൾ അവർക്ക് കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവും. ആ വാങ്ങി വെച്ച പൈസ അവർ തിരിച്ചു കൊടുത്തേക്കണം. എത്രയെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് പിരിവെടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾ ജീവിതം സംരക്ഷിക്കാൻ, നമ്മളെ ബാക്കിയുള്ള ആൾക്കാരെ ഉമ്മമാരെ പെങ്ങന്മാരെ സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാണ്. പാളയത്ത് പുതിയ മാർക്കറ്റ് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ന്യൂ പാളയം മാർക്കറ്റിലേക്ക് അതിനിടെ ഘോഷയാത്ര നടന്നു. അത് പ്രതിഷേധക്കാരുടെ നടുവിലേക്കായിരുന്നു. പുതിയ മാർക്കറ്റിന് അടിസ്ഥാന സൗകര്യമില്ല, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുകയാണ്. പുതിയ മാർക്കറ്റ് തങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.